ഡോക്ടർ ഞാൻ മരുന്ന് കഴിച്ചു, ഓയിൻമെന്റ് പുരട്ടി, ഫിസിയോതെറാപ്പി ചെയ്തു, സ്കാൻ എടുത്തു, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പെയിൻ മാറുന്നില്ലല്ലോ, എനിക്ക് വീണ്ടും വീണ്ടും വരുവാണല്ലോ. ഇത് ഹോസ്പിറ്റലിൽ വരുന്ന മിക്ക പേഷ്യൻസും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവം ഇത് തന്നെയായിരിക്കും. രണ്ടാഴ്ച കുറയും, അല്ലെങ്കിൽ ആ ചെയ്യുന്ന സമയത്തൊന്ന് കുറയും, പിന്നെയും കുറച്ച് നാളത്തേക്ക്, ആ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തേക്ക് ആ വേദന ഒന്നും കാണില്ല. അത് കഴിയുമ്പോൾ പിന്നെയും തിരിച്ച് ആ വേദന വരും. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡിസ്കിന് കംപ്ലൈൻറ്റ്, അതായത് കംപ്ലീറ്റ് കേടായി, അല്ലെങ്കിൽ സ്പൈൻ്റെ ഇത് മാറാനൊന്നും പോകുന്നില്ല, ഇനി ഇത് ജീവിതാവസാനം വരെ ഞാൻ ഈ സാധനം ഇതിങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പെയിനിൻ്റെ അല്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത് ശരിക്കും നടുവിലല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നടുവിന് മാത്രം അല്ലെങ്കിൽ ബാക്ക് പെയിനിന് മാത്രം ചികിത്സ ചെയ്യുമ്പോൾ ഈ വേദന വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ സയൻസ്? നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് ചെയ്താലും ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ? എങ്ങനെ ഇതാ ഒന്ന് മാറ്റിയെടുക്കാം? ഇതാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു കുറച്ച് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഒരു 5 പാർട്ടായിട്ടാണ് ഞാൻ ഇത് തിരിച്ച് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഒന്ന്, ഏറ്റവും വലിയ തെറ്റുകൾ. നമുക്ക് എവിടെയാണ് വേദന വരുന്നത്, നമ്മൾ അവിടെ തന്നെ ശ്രദ്ധിക്കും. ഓക്കെ, ഇത് വളരെ കോമൺ ആണ്, സ്വാഭാവികമാണ്. പക്ഷെ നടുവ് വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ ജെല്ല് പുരട്ടും, അവിടെ ബെൽറ്റ് ഇടും, അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു മസാജ് ചെയ്യും. ഇവിടെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തെറ്റുന്ന ആദ്യത്തെ കാര്യം. ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ വീടിന്റെ ലിവിങ് റൂമിൽ അവിടെ ഒരു സീലിങ്ങോ അല്ലെങ്കിൽ അവിടെ ഒരു വെള്ളം ഇറ്റി വീഴുന്നത് കണ്ടാൽ, ഓക്കെ, നമ്മൾ എന്താ ചെയ്യുക? ആ സീലിംഗ് ഉടച്ചു കളയുമോ, അതോ ആ മുകളിലെ റൂഫിൽ എവിടെയാണ് ലീക്ക് വരുന്നതെന്ന് നമ്മൾ നോക്കുമോ? തീർച്ചയായും നമ്മൾ ആ റൂഫിലെ ലീക്കാണ് അടയ്ക്കുക, ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും ശരീരവും. വേദന കാണിക്കുന്നത് നടുവിലായിരിക്കും, പക്ഷെ അതിന്റെ മെയിൻ കാരണം കിടക്കുന്നത് ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഒരു കോണിലോ ഭാഗത്തോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ഫാക്ടറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, ബാക്ക് ഈസ് പെയിൻ ഫോർ അതർ പാർട്സ്. അതായത് മറ്റുള്ള നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവമാണ്. ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ ജോലി ചെയ്യാതിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഭാരം കൂടി ചുമക്കേണ്ടി വരുന്നത് ഈ നട്ടലാണ്. പ്രധാനമായും 3 വില്ലന്മാരാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത് ഇടുപ്പിന്റെ സ്റ്റിഫ്നെസ്. നമ്മൾ കുനിയുമ്പോൾ, നമ്മൾ തിരിയുമ്പോൾ, നമ്മൾ വളയുമ്പോൾ ഒക്കെ ഈ ഒരു ഹിപ്പ് ജോയിന്റ് കൃത്യമായിട്ട് മൂവ് ചെയ്യണം, തിരിയണം. പക്ഷെ ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകൾ, നിൽക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഒരു ഇടുപ്പെന്ന് പറയുന്നത് ഹിപ്പ് ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്താ ചെയ്യുക? ആ മൂവ്മെന്റ് കുറച്ചുകൂടി ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. അതായത് അങ്ങനെ ആ നടുവിന് ശരിക്കും പറഞ്ഞാൽ ഓവർലോഡാണ്. നമ്മൾ പറയുകയാണെങ്കിൽ തുരുമ്പ് പിടിച്ചു കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല. അപ്പോൾ ആ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ, സ്റ്റിഫ് ആയി കഴിയുമ്പോൾ ഈ വേദന ക്രിയേറ്റ് ആവും, ജനറേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് കോർ മസിൽസ് ആണ്. അത് വീക്കായി, പലർക്കും ഒരുപാട് കുടവയറൊക്കെ നല്ലതുപോലെ കാണും, അല്ലെങ്കിൽ വയറൊക്കെ നല്ലതുപോലെ കാണും. പക്ഷെ വയറിന്റെ ഉള്ളിലെ മസിൽസ്, കോർ മസിൽസ് എന്നാണ് അതിന് പറയുക, അത് ഭയങ്കര വീക്കായിരിക്കും. ഈ കോർ മസിലുകളാണ് നമ്മുടെ നട്ടലിനെ ഒരു ബെൽറ്റ് പോലെ താങ്ങി നിർത്തുന്നത്. ഓക്കെ, ഇവരുടെ ജോലി ചെയ്യാതാകുമ്പോൾ ആ പ്രഷർ മൊത്തം നേരെ എന്ത് ചെയ്യും? സ്പൈനിന്റെ ഡിസ്കിലേക്കും ആ ജോയിന്റുകളിലേക്കും വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് വളരെ കുറച്ചുകൂടെ കോമൺ ആണ്, ടൈറ്റ് ആയിട്ടുള്ള ഹാംസ്ട്രിങ്സ്. അതായത് നമ്മുടെ തുടകളിലെ പുറകിലുള്ള മസിലുകളെയാണ് നമ്മൾ ഹാംസ്ട്രിങ് മസിൽസ് എന്ന് പറയുക. ഇത് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ നിലത്തുനിന്ന് ഒരു സാധനം എടുക്കാൻ നേരം കുനിയുമ്പോൾ കാലുകൾ വളയാൻ സമ്മതിക്കില്ല. നമ്മളിപ്പോൾ ആ ഒരു പോസ്റ്റർ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കുനിയുക. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നടുവ് കൂടുതൽ വളയ്ക്കേണ്ടി വരും. അപ്പൊ റിസൾട്ട് എന്താ സംഭവിക്കുക? നടുവിന് പണി കിട്ടും. ഞാൻ ഒന്ന് ഇരുന്നിട്ട് എണീറ്റപ്പോൾ വെട്ടി. ഇതായിരിക്കും ആ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാം, എന്നാൽ നിങ്ങൾ ഇനി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ നടുവേദനയായിട്ട് ഒരാളെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ MRI സ്കാൻ എടുക്കാൻ പറയും. ഓക്കെ, അതിൽ ഉറപ്പായും ചില വാക്കുകൾ കാണാൻ പറ്റും. അതായത്
ഡിസ്ക് ബൾജ്, ഡിസ്കിന്റെ ഡീജനറേഷൻ, സ്പോണ്ടിലോസിസ്, L4 L5 എന്തെങ്കിലും സ്പോണ്ടിലോസിസ് ഉണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ അതായത് നമ്മുടെ ഒരു പകുതി ജീവൻ മാറും. പക്ഷേ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇതിന്റെ ഒരു മറുപുറം എന്തെന്ന് നമ്മൾ ചിന്തിക്കുന്നുമില്ല. യാതൊരുവിധ നടുവേദനയും ഇല്ലാത്ത പൂർണ്ണമായിട്ട് ആരോഗ്യവാന്മാരായ ഒരു 100 പേരെ നമ്മൾ എടുത്ത് MRI ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ ബഹുഭൂരിഭാഗം ആളുകളിലും ഇത്തരത്തിലുള്ള ഡിസ്ക് ബൾജുകൾ കാണാൻ സാധിക്കും. പ്രായമാവുമ്പോൾ തലമുടി നരയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ നട്ടലിൽ, സ്പൈനിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമായിരിക്കും ഒരു ഒട്ടുമിക്കൽ പങ്കും ഇവിടുത്തെ യാഥാർത്ഥ്യമാണത്. അതുകൊണ്ട് തന്നെ ഒരു MRI റിപ്പോർട്ടിന്റെ മാത്രം, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നല്ല ഡോക്ടർ ഒരിക്കലും നിങ്ങളുടെ റിപ്പോർട്ടിനെ അല്ല ചികിത്സിക്കുക. അതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ആ റിപ്പോർട്ടിനെ കണ്ടിട്ട് ആ റിപ്പോർട്ടിനെ അല്ല ചികിത്സിക്കുക. നിങ്ങളുടെ ശരീരത്തിനെയാണ്, നിങ്ങളുടെ ബോഡിയെയാണ്. ആ ബോഡിയെ ചികിത്സിക്കുന്നതും റിപ്പോർട്ടിനെ ചികിത്സിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിലേക്ക് വരാം. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ഇരിക്കാറുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. 4 മണിക്കൂർ, 8 മണിക്കൂർ. ഇപ്പൊ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇരിക്കുന്നതും ഒരു ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇരിക്കുന്നതുമുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ എത്ര നേരം ഇരിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യന്റെ നട്ടൽ എന്ന് പറയുന്നത് മണിക്കൂറുകളോളം ഒരേ ഇരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വസ്തുവല്ല. ഇരിക്കുന്നത് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഒരേ പൊസിഷനിൽ ഒരുപാട് മണിക്കൂർ അനങ്ങാതെ ഇരിക്കുമ്പോൾ നട്ടലിന് ഒരു ജീവനില്ലാത്ത പോലെ, അതുകൊണ്ടാണ് ആ നട്ടൽ ഒരു ജീവനില്ലാത്ത പോലെ ആകുന്നത്. മൂവ്മെന്റ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ സ്റ്റിഫ്നെസ് കൂടും. അത് ഒരു കാലക്രമേണ, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, കാലക്രമേണ അത് പെയിൻ ആയി മാറും. ഓക്കെ, പിന്നെ ചിലർ പറയാറുണ്ട് ഡോക്ടർ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ശക്തമായ വേദന അനുഭവപ്പെടുന്നത്. കുറച്ചു നേരം നടക്കുമ്പോഴത്തേക്കും അതങ്ങ് മാറും. ഇതും വളരെ സ്വാഭാവികമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പലപ്പോഴും ഡിസ്കിന്റെ പ്രോബ്ലം ആവണം എന്നില്ല. അത് നിങ്ങളുടെ കിടത്തത്തിന്റെ, നമ്മൾ കിടക്കുന്ന മാട്രസിന്റെ ഒക്കെ പ്രശ്നമാവാം. അതായത് ആ മെത്ത പലപ്പോഴും നമ്മൾ കിടക്കുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ശരിക്ക് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ കാരണം കണ്ടെത്താതെ വെറുതെ പെയിൻ കില്ലർ കഴിച്ച് ആ ഒരു സിഗ്നലിനെ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കരുത്, അമർത്തി വെക്കാൻ നോക്കരുത് എന്നുള്ളതാണ്. ഇത്രയും കേൾക്കുന്ന നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലേ എന്ന്. ശരിയല്ലേ? ഞാൻ പറയുന്നു ഇതിന് ഉറപ്പായും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് നോർമലായിട്ട് ഉണ്ടാവുന്ന പെയിൻ, അത് ക്രോണിക് ആയിക്കോട്ടെ, അതൊരു അക്യൂട്ട് ആയിക്കോട്ടെ, നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വെറുതെ പെയിൻ കില്ലർ കഴിക്കുകയല്ല അവിടെ വേണ്ടത്. ശരിക്കും നമ്മൾ ആ ലക്ഷണങ്ങളെ അല്ല, അതിന്റെ കാരണത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കുക, ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കുക. ഒന്ന്, ഓരോ 45 മിനിറ്റ് ഇരിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒരു 2-3 മിനിറ്റ് നടക്കുക. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇന്റർവെല്ലിൽ കിട്ടുന്ന പോലെ നട്ടലിന് അതൊരു വലിയ റിലീഫ് കൊടുക്കും, ആ സ്റ്റിഫ്നെസ് ഉണ്ടാവാതെ ഇരിക്കും. ഞാൻ ഇത് പറയുന്നത് കൂടുതൽ ബാങ്ക് എംപ്ലോയീസ്, ഇരുന്ന് ജോലി ചെയ്യുന്ന IT ഫീൽഡൊക്കെ ഉള്ളവർക്ക് പറ്റും. 2, ആ ഇടുപ്പിന്റെ ഹിപ്പിന്റെ സ്റ്റിഫ്നെസ് മാറ്റാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുക. മുന്നോട്ട്, പുറകോട്ട്, സൈഡില് ആൻഡ് ബെൻഡുകൾ കൂടുതലായിട്ട് സ്ട്രെച്ചുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തത് കോർ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വയറിന്റെയും ബാക്കിന്റെയും മസിൽസ് സ്ട്രോങ് ആക്കാനുള്ള വ്യായാമം, അതായത് പ്ലാങ്ക്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് പോലുള്ള എക്സസൈസുകൾ ഡെയിലി ശീലിക്കുക. 5, ദിവസവും ഒരു 20 to 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു ത്രെഡ്മില്ലിലോ അല്ലെങ്കിൽ ഓടാൻ പോകുന്നതോ സംഭവം നിങ്ങൾ ആ ഒരു മൊബിലിറ്റി കൊടുക്കുക. നടക്കാൻ പോവുക, ഓടാൻ പോവുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ, ഹിപ്പ് റീജിയനിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അത് സഹായിക്കും. വെയിറ്റ്, വയറ് മുന്നോട്ട് ചാടുമ്പോൾ നട്ടലിന്റെ അലൈൻമെന്റിനെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് BMI നോക്കുക. എന്നിട്ട് അതിന്റെ ഒരു ബേസിസിൽ നിങ്ങളുടെ ഒരു ഐഡിയൽ വെയിറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ വെയിറ്റിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ മാത്രം ഓർക്കുക, നടുവേദന നിങ്ങളുടെ ഒരു ശത്രുവല്ല. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്, ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം, അലൈൻമെന്റ് നടക്കുന്നുണ്ട്, മാറ്റം നടക്കുന്നുണ്ട്. അത് നിങ്ങളെ
റിമൈൻഡ് ചെയ്യുന്ന ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു വാർണിംഗ് സൈൻ മാത്രമാണ് ഈ ഒരു നടുവേദന. ഓക്കെ, ആ ഒരു സിഗ്നലിനെ മരുന്ന് കഴിച്ച് നിങ്ങൾ ഹൈഡ് ചെയ്യാതെ, സ്വിച്ച് ഓഫ് ചെയ്യാതെ, അത് എവിടെ നിന്നാണ് വരുന്നത്, ഓക്കെ, ആ സ്വിച്ച് എവിടെയാണ് ഇട്ടത് എന്ന് മനസ്സിലാക്കി അതിനെ മാറ്റുകയാണ് ശരിക്കും വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ താഴെ കമന്റിലേക്ക് രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ജോലി, എന്താണ് നിങ്ങളുടെ കംപ്ലൈന്റ്, ഈ 3 കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര നാളായി, എത്ര നടുവേദനയുണ്ട്, നിങ്ങൾ അതിനായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു, അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിന്റെ സർക്കിളിലോ നടുവേദന കൊണ്ട് ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. കാരണം പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പ്രശ്നം നടുവിലാണ്, നടുവേദന എന്ന് പറഞ്ഞ പ്രശ്നം നടുവിലാണെന്നാണ്. എന്നാൽ യഥാർത്ഥ കാരണം മറ്റെവിടെയോ ആണ്. ഓക്കെ, നമുക്ക് സ്വിച്ച് എവിടെ വേണേലും വെക്കാം, ലൈറ്റും എവിടെയെങ്കിലും വെക്കാം. അപ്പൊ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ ലോജിക്ക്. അപ്പം ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.